അമ്മ എന്ത് പറയാ അടുക്കളയില് തങ്കച്ചേട്ടത്തി ആ ചായ നിക്ക് എന്തത് നീ നാളെ മഷി കൊണ്ട് കളഞ്ഞങ്ങനെ മൂലക്ക് എടുക്കട്ടെ എടുക്കട്ടെ ഉണ പറയരുത് ഞാൻ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ വിളിച്ചു പറയും എനിക്ക് എന്തിനും മഷി. പിന്നെ മഷിയോടെ കൊണ്ട് കളഞ്ഞാല് അതാ ചായ എവിടെയാ പണി ഇന്ന്? എവിടെയാ പണി? അയ്യോ ഒറ്റയടിക്ക് 4 വണ്ടി. നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ അവിടെ പാർക്കിംഗ് ഇരുന്ന വണ്ടിയാ. ഒരു പാണ്ടിലോർ റിവേഴ്സ് എടുത്ത് 4 പിടിച്ച് ആടെ അതിന്റെ പണി എനിക്ക് കിട്ടി. അപ്പൊ പോയി ലേറ്റ് ആവും കേട്ടോ. ഈ വണ്ടിയൊക്കെ നീ ആയിട്ട് തള്ളിയിടുന്നതാണോ? പണിയിട്ടാ വേണ്ടി. അതാ കുറുപ്പണ്ണന്റെ അടുത്ത് ചോദിച്ചേട്ടാ, നീ ആളിനെ കൊണ്ടൊന്ന് എടുപ്പിച്ചാന്ന്. എനിക്ക് വീട്ടു ഉറങ്ങുന്നു. നീ എന്തുവാടാ കാണിക്കുന്നത്? ഈ പരീക്ഷയും കഴിഞ്ഞ് സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോ ബുക്ക് എടുത്ത് പഠിക്കണ എന്തിനാ? അയ്യോ പൂജോപ്പിന്റെ പരീക്ഷയ്ക്ക് തയ്യാറായ ആളാ ഈ കാര്യം ചോദിക്കുന്നത്. അയ്യോ നിന്റെ അമ്മ പൂജോപ്പിന്നല്ലേ രാത്രി ഇന്ന് പരീക്ഷയ്ക്ക് പഠിച്ച ആളാന്ന് അമ്മമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എടുത്തു പോയി മോമ കളിച്ചോ പോയി. ഞാൻ പഠിക്കും. ഹലോ മച്ചാണ് എവിടെ? ഇതേ നമ്പര്. പിന്നെ പെരുന്നാള് വരുമല്ലേ, തലേന്ന് ഞാനങ്ങെത്തും ഉറപ്പ്. ഇല്ലില്ല ഒഴിവത്തില്ല. എടാ എത്രയോ നാളുകൊണ്ട് നിന്റെ വീട്ടിൽ നല്ല പെരുന്നാളുണ്ടെന്ന്. അവന്മാരും വിളിക്കും. ഷീഫനൊക്കെ വിളിച്ചിട്ടുണ്ട്. ചന്തു കൊണ്ടവനും വരും. പൊളിക്കാം നമുക്ക്. ഓക്കെടാ. ആരാടാ ഇത് പെരുന്നാളിന്റെ ഒരു പരിപാടി. മുജീബ് എന്ന് പറഞ്ഞേ കൊടങ്ങാളം എൻ്റെ കൂടെ പഠിച്ചവനാ. അവനുമായിട്ട് സ്കൂളിൽ പഠിത്തമായി പരിചയമായതിനു ശേഷം എല്ലാ പെരുന്നാളും അവന്റെ വീട്ടിൽ നിന്നാ ബിരിയാണി. അവൻ്റെ ഉമ്മയാണെങ്കിൽ ഓ എന്റെ ദൈവമേ ഓത്ത് ബിരിയാണി എന്ന് പറഞ്ഞ കിട്ടുവാണ്. അവർ ആങ്ങളൊക്കെ ഇറച്ചി വെട്ടിന്റെ പരിപാടിയുണ്ട് പള്ളിയുടെ പുറയിലായിട്ട്. അവിടെ പോയിട്ട് അവര് മാംസം പിടിച്ചോണ്ടെന്ന് അവര് തന്നെ കട്ട് ചെയ്തു. എന്തൊരു ടേസ്റ്റാന്നറിയോ. നമ്മളിപ്പോ ഈ പരസ്യം കാണുന്നൊന്നും അതിന്റെ മുമ്പ് 7 അയലത്ത് വരത്തില്ല. പിന്നെ ഡ്രസ്സ് തരും. പണ്ടൊക്കെ ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെ ഇപ്രാവശ്യം പെരുന്നാളിന് പോകുമ്പോ ഞാൻ ഇവനോടെ കൊണ്ടുപോട്ടെ. നിനക്ക് പോണോ? കൊടങ്ങാളോ വീട്ടിൽ പോട്ടെ. എന്റെ മക്കളെ കൂട്ടിയപ്പോ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാം 2 ദിവസം. നീ പോണ്ടോ? എന്നാ പൊക്കോ, ഞങ്ങൾക്ക് വേറെ പ്ലാനുണ്ട്. എന്ത് പ്ലാന്? പറഞ്ഞു വീഗാലാൻഡിൽ പോകാമെന്ന്. പ്ലാനേ ഉള്ളു പോലെ എങ്ങും പോകത്തില്ല. നിന്റെ പപ്പയുടെ വാഗ്ദാനം ഇല്ലേ, നടക്കത്തില്ല. നീ പൊക്കോടാ, നീ എൻ്റെ കൂടെ പൊക്കോ, ഞങ്ങള് വേറെ പോകും. നമുക്ക് പോയി അടിച്ചു പൊളിക്കാന്ന്. ബന്ധങ്ങളുടെ മതിൽക്കെട്ടില്ലാതെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ പറക്കാറാ നമുക്ക്. കൊടങ്ങളെ എത്ര കൂട്ടുകാരുണ്ട്. ബിരിയാണി കഴിക്കാം, പള്ളിയിലെ പരിപാടിക്ക് പോയി കാണാം, വെള്ളച്ചാട്ടം കാണാം. പിന്നെ കുട്ടികളുടെ സ്കൂട്ടർ ഉണ്ട് അവിടെ പാർക്കിൽ, അത് പോയി ഓടിക്കാം. ഇവിടെ നീ ചോറും തങ്കച്ചേട്ടത്തിന്റെ രസവും കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വീഗാലാൻഡിൽ പോയാൽ നല്ല രസമായിരിക്കും. വണ്ടർലാന്നൊക്കെ ആയിരിക്കും ഞങ്ങള്, പക്ഷെ വീഗാലാൻഡ് തന്നെ പറയുന്നത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ? എവിടെ? നീ എന്നിട്ട് മതിൽക്കെട്ട് തകർത്ത് പറക്കാൻ പോവല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പോവാ. അപ്പൊ പിന്നെ പ്രശ്നം കൊടങ്ങാവളക്കോ? അയ്യോ ഞാനില്ലേ. ഉണ്ട് അതിന്റെ വീട്ടിലുണ്ട്. അത് അമ്മച്ചി റോസ്മേരി അവരും അമ്മയും ഉണ്ടെന്ന് നിങ്ങളെ കാണുമ്പോ ഭയങ്കര സ്നേഹമാണല്ലോ. എന്നെ കണ്ട സ്നേഹോ? പിന്നെ അമ്മച്ചിക്ക് സ്നേഹമില്ലേ? കുഞ്ഞമ്മച്ചിക്കോ? പെണ്ണുമ്പോൾ എന്നാളെ നിങ്ങൾക്ക് മീനച്ചാറ് വരെ അവര് തന്നു വിട്ടേ. അത് എനിക്ക് തന്നു വിട്ടതല്ല, അകത്ത് കിടന്ന് ഉറങ്ങണാക്ക് ക്ലീറ്റോന്. അതും ഒരാൾക്ക് മാത്രമായിട്ടല്ലല്ലോ, ഈ വീട്ടിലേക്ക് പറയുമ്പോ എല്ലാവർക്കും ഉള്ളത്. എന്നിട്ട് എന്റെ അടുത്ത് തോന്നിയടാ നീ തങ്കത്തിന്റെ തന്നെ കൊണ്ട് കൊടുക്കണ ലേലു ബല്ലു എന്ന് പറഞ്ഞിട്ടല്ലേ. എന്നെ നോക്കിട്ട് ഇതുവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ രമ്യതയിലാക്കിക്കളാം. വേണ്ട. നിങ്ങളുടെ സുഖവാസന താമസിക്കണം. എന്താ സുഖവാസത്തിനാണ് നിങ്ങളോട് താമസിക്കണേ? ഇല്ല, കാര്യം പറഞ്ഞു കേട്ടോ. പിന്നെ പൊള്ളാടി വീട് ഒഴിഞ്ഞു തരാൻ പറയണം. ചേട്ടന് കാര്യം അറിയാലോ. അദ്ദേഹം വിട്ടുപോയിട്ട് ഞാൻ ഈ കുട്ടികളെ വെച്ച് കഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാം കാണുന്നതല്ലേ. അതൊന്നും നമുക്കറിയണ്ട. എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം വേണം. 6 മാസമായി നിങ്ങൾ വാടക തന്നിട്ട്. എല്ലാ മാസവും 5-ാം തീയതി വാടക തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറിയത്. ചേട്ടാ എനിക്ക് 2-3 മാസം സമയം മതി. എങ്ങനെയും ഞാൻ കാശ് തരാം. ഈ പിള്ളേരെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യാനാണ്? ഈ പെട്ടെന്നൊക്കെ വീട് മാറണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു രക്ഷയില്ല. ഇന്ന് എന്തായാലും ഇവിടെ പൈസ എത്തണം. അല്ലെങ്കിൽ നാളെ വീട് ഒഴിഞ്ഞാൽ പറ്റൂ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ബലമായിട്ട് ഇറക്കി വിടും കേട്ടോ.
ഇന്നെന്നാടാ പത്രത്തില് ആരെങ്കിലും വെട്ടിക്കൊല്ലോ ചവിട്ടിക്കൊല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വിവരവും വിദ്യാഭ്യാസമുള്ളവരും എല്ലാവരും കണക്കൻ. ഈ കൊച്ചുങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അവർ തെറ്റിയത് ശരി തന്നെയാണ്, അത് ന്യായീകരിക്കുന്നില്ല. പക്ഷെ മുതിർന്നവന്മാരും ഇതല്ലേ പരിപാടി, ഒരു ലഹരി ഉപയോഗിക്കാതെ വിദ്യാഭ്യാസം കൂടിയാലും കുഴപ്പം തന്നെ. ജഡ്ജിയൊക്കെയാണ് ഇപ്പൊ ജയിലിൽ പോകാൻ പോണത്. ഇത് ചെയ്യുന്നത് ജഡ്ജിമാരൊന്നും കൈക്കൂലി അങ്ങനെയൊന്നും ചെയ്യൂല. ചെയ്യൂല. ഞാൻ സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന ഒരാളായതുകൊണ്ട് സർക്കാരിനെതിരെയോ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിർത്തി. നിങ്ങൾ വേണം പത്രം എടുത്ത് വായിച്ചു നോക്ക്. എനിക്കാണെങ്കിൽ പത്രം വായിക്കുന്ന ഇഷ്ടമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. കപ്പലിന്റെ പൊതുണ്ട് വരില്ലേ, ഉറക്കം വരുവാടാ. അതെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം. തന്നെ നോക്കട്ടെ. എന്തുവാ വാർത്തകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കായിരുന്നു. കുടുംബശ്രീയിലാണെങ്കിലാണോ ചേച്ചി ക്ലീറ്റോ ചേട്ടനുണ്ടോ? ക്ലീറ്റോ ചേട്ടനുണ്ടോ? ചേട്ടനുണ്ടെങ്കിൽ ഒന്ന് വിളിക്കോ, ഒരു കാര്യം പറയാൻ. ക്ലീറ്റോ? ഞങ്ങളുടെ അടുത്തുനിന്നാ. ക്ലീറ്റോ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. പെങ്കൊച്ചിന്റെ കയ്യിന്ന് പൈസ വല്ലതും മേടിച്ചിട്ടുണ്ട്. നിനക്കറിയാവരെ? ചേട്ടാ എന്നെ മനസ്സിലായോ? ഞാൻ ചന്ദ്രന്റെ. ചന്ദ്രനെ എനിക്ക് എങ്ങനെ പെട്ടെന്നും കൊണ്ട് മറക്കാൻ പറ്റൂല. എടേ, രാഷ്ട്രീയം എന്തെന്ന് അറിഞ്ഞുകൂടാത്തവന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിപ്പിച്ച് രാഷ്ട്രീയത്തിൽ അവന് അംഗത്വവും കൊടുത്ത് DDT പാർട്ടിയുടെ എല്ലാം ആക്കി അവനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവസാനം അവൻ എന്നതാ ഒറ്റ ചവിട്ട്. അങ്ങനെ ചവിട്ടിയിട്ട് നേരെ RDPയിലേക്ക് പോയി. RDP പോയി അവിടെ തെമ്മാടിത്തരം കാണിച്ചപ്പോൾ RDP കാലവാരി തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. അത് വിട്, കാര്യം ചോദിക്കുക. എന്താ വന്ന കാര്യം പറ. ഇല്ല, ചേട്ടനെ അറിയാലോ, ഞാൻ ബാബുക്കുട്ടൻ മുതലാളിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ വീട് എടുത്തുന്നത് ഞാനാണല്ലോ. അവൻ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതാണ്. ഇപ്പം പ്രശ്നം ഇപ്പൊ അതല്ല, അവരുടെ ആൾക്കാർ വന്നിട്ട് നാളെ തന്നെ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാണ്. വാടകയ്ക്ക് താമസിക്കുകയാണോ? ഞങ്ങള് വാടകയ്ക്കാ താമസിക്കുന്നത് മുതലാളിയുടെ വീട്ടില്. ഞാൻ എടുത്തു കൊടുത്തടേ അവൻ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പം. പിന്നെന്തിനാ ഇപ്പൊ ഇറങ്ങി വിടാൻ കാര്യം എന്താ? വാടക കൊടുക്കണ്ടാവും അല്ലേ? അത് തന്നെ, ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നം. അപ്പൊ നിന്റെ കെട്ടിയ അവിടെ പോയി? അയാളെ കുറിച്ച് ഒന്നും പറയാണ്ടിരിക്കണതാ ചേട്ടാ. മേലെ എന്നെ 2 കുട്ടികളെ നനച്ചാക്കി വേറെ പെണ്ണിന്റെ കൂടെ ഇപ്പൊ പോയി സൂക്ഷിച്ച് ജീവിക്കുകയാണ്. ഞാനും മക്കളും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട്. നീ വിഷമിക്കണ്ട, അവൻ ഇപ്പൊ പോയില്ലേ, അവളെ ഉപേക്ഷിച്ചിട്ട് അടുത്ത് വേറെ എവിടെയെങ്കിലും അടുത്തു പോകും. അവിടെ ചെല്ലുമ്പോ അവളും ഉപേക്ഷിച്ചിട്ട് ഇവൻ എവിടെ നിൽക്കലും കാലുമാറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല ചേട്ടാ, ചേട്ടൻ വന്ന് ആ മുതലാളിയോട് സംസാരിച്ചു. എനിക്ക് 2-3 മാസം സാവകാശം വേണം. എന്റെ ഇളയ കുട്ടിക്കാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാൻ പോലെ എന്റെ കാശില്ല. അതെ സഹോദരി, പറയണോണ്ടൊന്നും തോന്നരുത്. ബാബുക്കുട്ടൻ മുതലാളിയോട് എനിക്ക് ഈ ആവശ്യം വന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ അങ്ങനെ പറയല്ല ചേട്ടാ. ഞാൻ ചേട്ടനെ മല പോലെ വിശ്വസിച്ചാ ഇങ്ങോട്ട് വന്ന് എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരും. എനിക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വാടക താമസിക്കണമെങ്കിൽ വാടക കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഈ കരച്ചിൽ നേരെ ബാബുക്കുട്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി ആ മുതലാളിയോട് കരഞ്ഞു പറയുക. അല്ലാതെ എന്നോട് ഇതും പറഞ്ഞു ഇനി പൊന്ന് പെങ്ങൾ ഇങ്ങോട്ട് വരല്ലേ. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഞാൻ എന്റെ മക്കളെ കൊണ്ട് ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു എല്ലാത്തിനും സാവകാശങ്ങളില്ലേ, നിങ്ങളൊന്ന് സമാധാനപ്പെടും, കാര്യങ്ങളൊക്കെ നടക്കും എന്റെ രീതിയിൽ. ഇതിന്റെ കാര്യം പറഞ്ഞ് ഇനി ഇവിടെ വരല്ലേ നിങ്ങൾ ആരും ആവശ്യമില്ലാത്ത ഇടപെടല്ലേ. ചേട്ടാ അങ്ങനെ പറയല്ലേ. തീരുമാനാക്കിട്ട് പോടാ. ഒരാളൊരു സഹായം ആവശ്യപ്പെട്ട് വരുമ്പോ ഇങ്ങനെയായിട്ട് പെരുമാറേണ്ടത്? എവിടുത്തെ രാഷ്ട്രീയക്കാരനാവേ? ഒരു മര്യാദ ഉണ്ട് കാണിക്കണെന്നൊക്കെ. കൂരാമ്മ ഒത്തിരിക്കണ നോക്കിയ മുഖം. ഞാനേ എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കണേ, അല്ലാതെ നിങ്ങളുടെ ഒരുപാട് മിടുക്കൊണ്ടൊന്നുമല്ല. പിന്നെ ഞാൻ ഇവിടെ തെമ്മാടിത്തരം കാണിച്ചോണ്ട് നടക്കല്ലേ നിന്നെ ഇവിടെ ആളുകളൊന്ന് സഹായിക്കാൻ. ക്ലീറ്റോ ഇച്ചിരി മര്യാദക്ക് പറഞ്ഞാൽ എന്താണ്? എന്റെ ഉള്ള ഏറ്റവും നല്ല മര്യാദയാണ് ഞാൻ ഇപ്പൊ അവതരിപ്പിച്ചത്. ഞാൻ നോക്കിട്ട് ക്ലീറ്റോ ചേട്ടൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടക്കണ്ട കേട്ടാ. ഇത് ക്ലീറ്റോ ചേട്ടൻ ചേർന്ന പരിപാടിയല്ല. ലില്ലിമോളെ, എന്ത് അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഇവളെ കെട്ടിയോ ചന്ദ്രൻ എന്ന് പറയണമേ, എന്റെ പാർട്ടിയിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നവനാണ്. അവനെ ഞാൻ വളർത്തി ഒരു കരയ്ക്ക് പറ്റിച്ചപ്പോ അവൻ എന്റെ തലയ്ക്ക് ചവിട്ടിയിട്ടാണ് അവൻ അടുത്ത പാർട്ടിയിലോട്ട് ചാടിയത്. പെണ്ണ് ഇടി ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഉപദേശിക്കണം നീയല്ലേ, അവനെ ഉപദേശിക്കണം നീയല്ലേ. അപ്പൊ ആ പെണ്ണല്ലേ ഇവൾ അവനെ ഉപദേശിക്കണമായിരുന്നു. ആ സമയത്ത് ഉപദേശം കൊടുക്കാത്തതുകൊണ്ടാണ് അവളെ അവസാനം കാല് മാറി വേറെ പെണ്ണിന്റെ അടുത്തും പോയത്.
അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കി, ആ പെണ്ണിനും ആരും ഇല്ലാതായി. അതെ, ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വല്ലവന്റെ വീടിന്റെ വാതിക്ക് പോയി ഇങ്ങനെ ഇറക്കുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയത്. എന്ത് ഞങ്ങൾ അതാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ലതായിരിക്കണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇപ്പൊ അവരെ വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ. അപ്പൊ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു പുണ്യമായി പോകൂലേ? പൊന്ന് പോലീസ് ചേമാനെ, ഇത് പൊതുപ്രവർത്തനം ഇടപെടാൻ പറ്റാത്ത കാര്യമാണ്. അതിൽ കാര്യങ്ങളുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ബാബുക്കുട്ടന്റെ വീടാണത്. അപ്പുക്കുട്ട സാറിന്റെ അനിയൻ ബാബുക്കുട്ടന്റെ വീടാണ്. വാടകയ്ക്ക് ഞാൻ അന്ന് നല്ല സമയത്ത് എടുത്തു കൊടുത്തത്. എടാ, ഒരു നല്ല ഭരണാധികാരി അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകർ സ്വജനപക്ഷപാതി ആയിരിക്കരുത്. ഞാൻ ഇച്ചിരി മോശമാണ്. ബാബുക്കുട്ടന്റെ വീടായ എന്താ കുഴപ്പം? ബാബുക്കുട്ടന്റെ വീടായെന്ന് പറഞ്ഞാൽ ഇത് മുമ്പ് പല പ്രാവശ്യം വാടക പെൻഡിങ് ആയി. അന്നൊക്കെ ഞാൻ പോയി ഇടപെട്ട് ഇവന് സോൾവ് ചെയ്ത് കൊടുത്ത് ഇവൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോ അന്നേ ബാബുക്കുട്ട സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ലീറ്റോ വാടക വേറെ പള്ളി വേറെ പള്ളിക്കൂടം വരെ നീ ആവശ്യമില്ലാത്തതിൽ ഇടപെടരുതെന്ന്. ഇനി എനിക്ക് പോയി അടുത്ത് പറയാൻ പറ്റില്ല. അവരുടെ കൂടെ അയാൾ ഇല്ലല്ലോ. അത് സാവകാശം കൊടുക്കാൻ പറഞ്ഞാ പോരെ, അത് കൊടുക്കുമല്ലോ. എനിക്കത് സംസാരിക്കാൻ പറ്റൂല. അത് പൊളിറ്റിക്കൽ സൈഡ് നിങ്ങൾ ചിന്തിക്കും. എടേ, പൊളിറ്റിക്കൽ സൈഡ് വിട്. ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ ഇല്ലേ, മാനുഷിക പരിഗണന. അത് കൊടുക്കേണ്ടവർക്ക് നമ്മൾ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരാളിന് കൊടുക്കാൻ പറ്റില്ല. നാട്ടില് വേറെ ഒരുപാട് കഷ്ടപ്പെടണം, അവർക്ക് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. പറ്റൂല, സൗകര്യം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്കിപ്പോ ഒരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ സാഹചര്യം അങ്ങനെയാണ്. ശരി, എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയാടി, അവനവന്റെ എടാ എന്തിനാ കാല് പിടിക്കാൻ പോണത്? ഞങ്ങള് പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്തായാലും നടക്കുമോ? നിങ്ങളിപ്പോ പെണ്ണുങ്ങൾ പുരുഷന്മാർക്ക് ഒപ്പമാണല്ലോ എല്ലായിടത്തും. നിങ്ങൾ ഇനി അങ്ങ് നിങ്ങൾ കാണിക്കും ചെയ്ത് കാണിക്കും. ഞങ്ങൾക്കും ചെറിയ സഹായമൊക്കെ ചെയ്യാൻ പറ്റും ക്ലീറ്റോ ചേട്ടാ. നിങ്ങൾക്ക് രണ്ട് കൈയും രണ്ട് കാലും ചിന്തിക്കാൻ തലയുള്ള പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരെയും പേടിയില്ല, ഞങ്ങൾക്ക് ഒന്നിനെയും പേടി. കൈയും കാലും തല ഉണ്ടായ പോലെ അത് പ്രവർത്തിക്കണം. ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കില്ലോ എന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോഴത്തെ ഈ ആവേശമൊക്കെ ഉണ്ടല്ലോ, കെട്ടടങ്ങും. ഇതൊക്കെ കുറെ വർഷമായി പലതും കണ്ടിട്ട്. നീ എന്നെ ഇവരെല്ലാം കൂടി എന്നെ അങ്ങ് നിർത്ത്. ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇനിയിപ്പൊ ഞങ്ങള് ചെയ്തോളാം. ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് കാണിച്ചു തരാം. ഞാൻ കാണാൻ റെഡിയായി ഇവിടെ ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പെട്ടെന്ന് ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് വിളിച്ചത് കുടുംബശ്രീയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് വേറൊരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വാർഡിൽ തന്നെയുള്ള അനിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വളരെ വിഷമത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന് 2 പെൺമക്കളുള്ളതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ്. അത് വന്ന് കുറച്ച് സങ്കടങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു. ഇളയ മോൾക്ക് വയ്യാത്തതാണ്. അപ്പോൾ അവരിപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വാടക 5-6 മാസമായിട്ട് വാടക കൊടുക്കാനായിട്ട് ഇപ്പം മുതലാളി വന്ന് ഇറക്കി വിടാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ആ ഇളയ കൊച്ചിൻ്റെ ചികിത്സയ്ക്കും ഇപ്പോൾ അവർക്ക് പൈസ ഇല്ലാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പം എന്തെങ്കിലും സഹായം ചെയ്യുമോയെന്ന് നമ്മളോട് ചോദിച്ചില്ല. പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ അതിനെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഇല്ലേ എന്ന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. സംഘടനയിലുള്ള ആളല്ലല്ലോ അവര്. സംഘടന അല്ലെങ്കിൽ നമ്മളെല്ലാരും ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു ഇതില്ലേ. പിന്നെ അങ്ങനെ പറയരുത്, നമ്മളെല്ലാം സ്ത്രീകളാണ്. നാളെ നമുക്ക് ഈ അനുഭവം വന്നുകൂടാന്നുള്ളത് മാത്രമല്ല, നമ്മളിപ്പോ ഈ കൊച്ചിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അംഗബലം കൂട്ടുള്ളൂ. അവർക്കിപ്പോ ഒരു 5-6 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. അത് ഏകദേശം ഒരു 10-18 രൂപ അടുത്തൊക്കെ വരുമായിരിക്കും. അതും പിന്നെ ആ കൊച്ചിന് എന്തോ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തം ഒരു 25,000 രൂപയാണ് ഇപ്പൊ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് നമ്മളെ കൊണ്ട് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ അതെങ്ങനെ നമുക്ക് ഈ പൈസ സമാഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലത്തെ വിഷയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അമ്മയുടെയും കുഞ്ഞുങ്ങളെയും ഫോട്ടോ വെച്ച് കുറച്ച് നോട്ടീസ് അടിച്ച് കുറച്ച് വീടുകളിൽ കയറി ഇറങ്ങി. അതല്ലേ ചേച്ചി എല്ലാരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോ അവരെന്തോരം നാണക്കേട് അനുഭവിക്കും. പിന്നെ പിള്ളേരൊക്കെ പോണതല്ലേ, അവരുടെ ഫോട്ടോ ഒക്കെ അങ്ങനെ ആവശ്യമുള്ള സഹായം. അതെ, പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലെ ഒരു പരസ്യം ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം? നാട്ടുകാരെല്ലാം കാണുന്നതല്ലേ, അതുകൊണ്ടാണ്. അതാ, നാട്ടുകാരെല്ലാം കാണുമ്പോഴേ ആ കുഞ്ഞുങ്ങൾക്ക് അതൊരു നാണക്കേടാവും. അത് വേണ്ട. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും. നമുക്ക് ഈ ഗാനമേള പരിപാടി ഉണ്ടല്ലോ റോഡിലൊക്കെ വെച്ചിട്ട്, അത് നല്ലൊരു വിഷയമാണ്. പക്ഷെ ആര് പാടും? അതെ, നിങ്ങൾ വിചാരിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റൂലേ പാട്ട് പാടാൻ? അയ്യോ, നമ്മൾ 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും 15,000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. പൈസ കൊടുക്കണമല്ലേ? ഇത് അതിനും പിന്നെ ഇതിന്റെ മറ്റേ മ്യൂസിക് ഒക്കെ കേൾക്കണ ആ സാധനത്തിനൊക്കെ നല്ല പൈസയാകും. റെന്റ് കൊടുക്കണ്ടേ? അതല്ല, അതാ ഞങ്ങളൊരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ടായി. പക്ഷെ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്താലേ അത് നടക്കുള്ളൂ. അതായതേ ഇപ്പൊ നോമ്പിന്റെ സമയമാണല്ലോ, ഒരു പുണ്യമാസമാണ്. അപ്പൊ ഈ പുണ്യമാസത്തിൽ നമുക്ക്
നോമ്പുതറ കിറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് വെച്ചാലോ? എന്ന് വെച്ചാൽ ഇപ്പൊ നോമ്പുതറ വിഭവങ്ങളൊക്കെ വിൽക്കണ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും അതൊന്നും മേടിക്കുക ചെയ്യണം, അല്ലാതെ പോയിരുന്നിട്ട് സമൂസയും പത്തിരിയൊന്നും ഇപ്പൊ ആരും വീട്ടിലുണ്ടാക്കണില്ല. അപ്പൊ ഇതിന് നല്ല ചെലവുണ്ടാകും. അപ്പൊ അതുപോലെ നമുക്കൊരു പാക്കറ്റിൽ ഒരു പപ്സ്, ഒരു കട്ട്ലേറ്റ്, ഈന്തപ്പഴം, സമൂസ അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ വെച്ച് ഒരു 100 രൂപയുടെ കിറ്റായിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റാൾ ഇട്ടങ്ങ് വിൽക്കാൻ വെക്കാം. അപ്പൊ ആളുകൾ വന്ന് മേടിക്കും, നമുക്ക് ആ പൈസ കിട്ടും. ഒരു സ്റ്റാൾ അല്ല, ഒരു 1-2 ഇടുവാണെങ്കിൽ സ്റ്റാൾ ഇടണം. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് കൊള്ളാം, നല്ല അഭിപ്രായം. അതിപ്പോ ആരുണ്ടാക്കും സാധനങ്ങള്? അത് നമുക്ക് എവിടെന്നെങ്കിലും ഹോൾസെയിൽ എടുക്കുന്ന കടയിൽ നിന്ന് അത് ചേട്ടനോടൊക്കെ പറയാം. ഏതെങ്കിലും ഹോൾസെയിൽ കിട്ടുന്ന അതാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാനോ ഇവളോ മാത്രം നിന്നുകൊണ്ട് ഒരു സ്റ്റോൾ ഇട്ടുകൊണ്ട് കാര്യമില്ല. പൂജപ്പുരയിൽ ഒരെണ്ണം ഇടണം, വഴുതക്കാട് ഒരെണ്ണം ഇടണം, അങ്ങനെ 2-3 സ്ഥലത്തായിട്ട് സ്റ്റോൾ ഇട്ട്. നമ്മള് 10-20 പേരുണ്ടല്ലോ, എത്ര 5 സ്റ്റോൾ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് അവിടെ ഓരോരുത്തരായിട്ട് നമുക്ക് ഇരുത്തി അത് വിറ്റ് കിട്ടുന്ന കാശിന് നമുക്ക് അവർക്ക് കൊടുക്കാം. അല്ല നിങ്ങളിപ്പം പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളെ തലയ്ക്ക് മാത്രം നമ്മൾ വെക്കുന്നില്ല, നിങ്ങളോടൊപ്പം നമ്മൾ സഹകരിക്കാം. അതാ വേണ്ടത്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയാലോ? അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അത് എവിടെന്നെങ്കിലും ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് എടുപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണം, അതൊക്കെ നമ്മൾ ചെയ്തോളാം. നിങ്ങൾ ഈ സ്റ്റോളിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് അവിടെ നിന്ന് നിന്നാൽ മതി. ഞങ്ങൾ നമ്മൾ അറിയിച്ചാൽ മതി. അപ്പൊ ഗ്രൂപ്പ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. വരാത്തവരോടൊക്കെ ഒന്ന് പ്രത്യേകം പറയണം. ചിലര് ഗ്രൂപ്പ് നോക്കൂല. അപ്പൊ നമ്മള് നോമ്പുതറ കിറ്റ് ചലഞ്ചുമായിട്ട് മുമ്പോട്ട് പോവാണ്. തീർച്ചയായിട്ടും. അപ്പൊ ശരി. ഏവർക്കും റംസാൻ ആശംസകൾ. നോമ്പുതറ കിറ്റ് വരും 100 രൂപ. നോമ്പുതറ കിറ്റ് വരും 100 രൂപ. വരുവിൻ വരുവിൻ വരുവിൻ. കളിക്കോ അതെ. ഹലോ, ആരാ? അമ്മ എന്തേ? അമ്മ ഇവിടെ ഉണ്ട്. ഉണ്ടാ? പേരെന്താ? ആരാധിക. മോനു? അർച്ചന. എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന? 4ാം ക്ലാസ്സില്. അയ്യോ, ഇയാളോ? 2ാം ക്ലാസ്സില്. അമ്മേനൊന്ന് വിളിക്കാവോ? വിളിക്ക. അമ്മേ, ആരോ വന്നേക്കണോ? ആരാ മോളെ? മനസ്സിലായോ ഞങ്ങളെ? അന്ന് അവിടെ കണ്ടിരുന്നു ചേട്ടന്റെ വീട്ടിൽ. ക്ലീറ്റോ ചേട്ടന്റെ ഭാര്യ, ഞാൻ പെങ്ങള്. എന്താ ചേച്ചി ഒന്ന്? പിന്നെ അന്ന് അവിടെ വന്നപ്പോ ക്ലീറ്റോ കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറിയ. സാരമില്ല കേട്ടോ, ക്ലീറ്റോന് അന്ന് എന്തോ വിഷമത്തിലൊക്കെ ഇരിക്കണോണ്ടാ അങ്ങനെ പെരുമാറിയത്. എന്തായി, വാടക കൊടുത്തോ? ഇല്ല, ഞാൻ നോക്കണ്ട്. കുറെ പേരോട് ചോദിച്ചു, എന്റെ മൂക്കൊട്ട് വയ്യാഞ്ഞിട്ട്. അതുകൊണ്ടാണ് അന്ന് ഓടി വന്നത്. ചേട്ടനോട് മാത്രം എനിക്ക് ആരെ അറിയത്തില്ല ഇവിടെ. ചേട്ടനാണ് ഒരു സഹായത്തിന് ഉണ്ടായിരുന്നത്. വിഷമിക്കണ്ട. പിന്നെ കൊച്ചിൻ്റെ അന്നേരത്തെ വിഷമം കണ്ടപ്പോഴേ ഒരുപാടൊന്നുമില്ല, ഞങ്ങള് കുടുംബശ്രീ എല്ലാവരും കൂടി കുടുംബശ്രീ വഴി ചെറിയൊരു പൈസ സമാഹരിച്ചിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഇതുകൊണ്ട് വാടകയും കൊടുത്ത് കുഞ്ഞിൻ്റെ ടെസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു തരാം? കുറച്ച് അതിന് തിരിച്ചൊന്നും തരണ്ട. എന്തായാലും അനിത ഭാഗ്യവതിയാ. അനിതയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നല്ലേ ചേച്ചി? നന്ദിയുണ്ട്. അതൊന്നും വിഷമിക്കണ്ട, ഒറ്റയ്ക്കാണെന്ന് തോന്നണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താ ഇവിടെ ഇത്രയും ചേച്ചിമാരുണ്ട്, എല്ലാരും ഉണ്ട് കൂടെ. സമാധാനായിട്ടിരിക്കട്ടോ. കരഞ്ഞു വെറുതെ മക്കളെ വിഷമിപ്പിക്കരുത്. എന്താ പറയണെന്ന് അറിയില്ല. വളരെ നന്ദിയുണ്ട് ചേച്ചി. ശരിയാണ്.
Alliance.